കാപ്പി ചൂട് ബജികൾ കഴിക്കാം. ചായ കാപ്പി ചൂട് ബജികൾ കഴിക്കാം. പ്രേക്ഷകരെ നമസ്കാരം. നമ്മുടെ മേലുകാവ് മറ്റത്ത് വില്ലേജ് പടിയിൽ ഒരു കിടിലൻ ബജിക്കടയുണ്ട്. കുട്ടീസ് ബജിക്കട എന്നാണ് ഈ കടയുടെ പേര്. ആ വശത്തെ ബോർഡർ. അപ്പോ നമ്മുടെ കുട്ടീസ് ബജിക്കടയിലെ സിനി ചേച്ചി എന്നല്ലേ പേര് പറഞ്ഞു. ഇവിടെ കട തുടങ്ങിയിട്ട് എത്ര നാളെ? തുടങ്ങിയിട്ട് 4.5 മാസമായി. 4.5 മാസമായി അല്ലേ? എന്തൊക്കെയാണ് നമുക്ക് കഴിക്കുന്നത്? ഇവിടെ ചെറുകടിയുണ്ട്, ചായ കാപ്പി, പിന്നെ സോഡ നാരങ്ങ വെള്ളം, പിന്നെ ഉച്ച കഴിയുമ്പം ബജി, മുട്ട ബജി, മുളക് ബജി, പിന്നെ കോളിഫ്ലവർ, പിന്നെ ചെറുകടികൾ തീർന്നു കഴിഞ്ഞാൽ ചൂടോടെ ബോളി ഇട്ട് കൊടുക്കും. പിന്നെ മുന്നോട്ടും ഇച്ചിരൂടെ നല്ല രീതിയിൽ തുടങ്ങണമെന്നാണ് ആഗ്രഹം. ചേച്ചി ഇവിടെ എവിടെയൊക്കെ കടകളിലാണ് നിന്നിട്ടുള്ളത്? ഞാൻ ആദ്യം ജനകീയ ഹോട്ടലിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ A1 കുടുംബശ്രീ ഹോട്ടലിൽ, അത് കഴിഞ്ഞ് ഇപ്പോൾ കലവറ, അവിടെ 7 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങണമെന്ന് മാസങ്ങളല്ല, എൻ്റെ നേരത്തെ തൊട്ടൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ചെറിയ സംരംഭം തുടങ്ങണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഇപ്പം ഇതേ ഒരു സന്ദർഭം എനിക്ക് ഇങ്ങനെ ചാൻസ് വന്നു. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടോടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിയാണ് വൈകുന്നേരങ്ങളിൽ എൻ്റെ കൂട്ടത്തിൽ ഇവിടെ എൻ്റെ വൈകുന്നേരങ്ങളിൽ എൻ്റെ കൂടെ രാത്രി 8 മണി വരെ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ മക്കൾ 2 പേരും എനിക്ക് സപ്പോർട്ടുണ്ട്. എനിക്കിവിടെ സാധനങ്ങളെല്ലാം കൊണ്ട് തരാനും എല്ലാം. എൻ്റെ മോനാണ് എൻ്റെ കൂടത്തിൽ വരുന്ന. മോളും 2 പേര്. മോൻ്റെ പേര് ടോണി, അവന് ഗ്രാഫിക് ഡിസൈൻ പഠിക്കുകയാണ്. മോള് 10ാം ക്ലാസ്സിലാണ്. മോളുടെ പേര് ടെസ്ന, ഹസ്ബൻഡ് പേര് ടോമി. അപ്പൊ അവരുടെ എല്ലാവരുടെ സഹകരണത്തോടു കൂടി സപ്പോർട്ടോടു കൂടിയാണ്. പിന്നെ സുല്ലിയാട്ടുണ്ട്, ഇവരുടെ എല്ലാ സഹകരണവും ഉണ്ട്. നാട്ടുകാരുടെ എല്ലാ സഹകരണത്തോടു കൂടിയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചേച്ചിയുടെ എക്സ്പീരിയൻസ്, ഫുഡ് ഉണ്ടാക്കുന്നതിനുള്ള എക്സ്പീരിയൻസ് ഞാനിപ്പോ ഈ ഫുഡിൽ ടേസ്റ്റ് ചെയ്തപ്പോൾ ചേച്ചിയുടെ ഒരു ഇത്രയും കടകളിലൊക്കെ നിന്നിട്ട് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ അല്ലേ? എനിക്കത് ഇതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം സ്വന്തമായിട്ടൊന്നും തുടങ്ങാൻ സാധിച്ചല്ലോ എന്നുള്ള ഇതില് ലാഭമാണേലും നഷ്ടമാണേലും നമ്മള് ഒരു സന്തോഷം. നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കാൻ പറ്റുമല്ലോ. തൊഴിലാളി മുതലാളി എല്ലാം ഞാൻ തന്നെ. ഇപ്പം നമുക്ക് എല്ലാവർക്കും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റൂല്ലോ എന്നുള്ള സന്തോഷം. എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. കാരണം കടലമാവാണല്ലോ. കടലമാവ് യൂസ് ചെയ്യുന്നത്. കടലമാവോ നമ്മൾ അല്ലാതെ മൈദാമാവോ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാം സാധാ നല്ല എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന എണ്ണ പിറ്റേ ദിവസം നമ്മൾ ഉപയോഗിക്കാറില്ല. എല്ലാം നല്ല സാധനം. പിന്നെ പരിപ്പോടെയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. ഹോംമെയ്ഡാ, അല്ല പുറത്തുനിന്ന് ഒരു സാധനം. പിന്നെ അതുപോലെ തന്നെ കുമ്പിളപ്പം ഉണ്ട് മിക്ക ദിവസങ്ങളിലും. പിന്നെ ഇലയടയുണ്ട്, കൊഴുക്കട്ടയുണ്ട്. ഓരോ ദിവസം വെറൈറ്റികൾ മാറി മാറി ഉണ്ടാക്കും. അപ്പോ ഇത്രയൊക്കെ നല്ല ഫുഡ് തരുന്ന ചേച്ചിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പം ഈ യുവതലമുറയോട് എന്താണ് പറയാനുള്ളത്? യുവതലമുറയോടുള്ള സ്വന്തമായിട്ട് ജോലി തേടി പോകാതെ മുന്നോട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അത് ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. അത് അതിൽ ഒരു ഇതായിട്ട് കാണാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പം നമുക്ക് ഇവിടെ ഒരു കട തുടങ്ങിയപ്പോ ചേച്ചിക്ക് കുറച്ച് പ്രതിസന്ധികൾ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം തരണം ചെയ്ത് ഒത്തിരി ആൾക്കാരുടെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി. പിന്നെ ഈ സ്ഥലം നമുക്ക് തന്ന പണക്കാട്ടെ മാത്തച്ചേട്ടനാണ്. മാത്തച്ചേട്ടൻ്റെയാണ് ഈ സ്ഥലം. ചെറിയൊരു വാടകയ്ക്ക് നമുക്കിത് വിട്ടു തന്നു. ആദ്യം ഒരു ചെറിയ പടുതായായിരുന്നു. ഒരു മാസം കാറ്റത്ത് അടിച്ച് മൊത്തം പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാവുന്നപ്പം ഞങ്ങളോട് പറഞ്ഞത് ഞാൻ ഷീറ്റ് ഇട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പുള്ളിയുടെ ചെലവിൽ തന്നെ ഞങ്ങൾക്ക് ഷീറ്റൊക്കെ ഇട്ട് തന്ന് ഞങ്ങളുടെ ഒത്തിരി സഹകരണവും ഇതൊക്കെ കാണിക്കുന്ന മാധുചാരനാണ്. നമുക്ക് ഈ സ്ഥലം ഇതിനെയും മുന്നോട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തം അടച്ച് ഇതൊരു അടവാക്കി തരാം, നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാം. നമ്മുടെ ഈ കുട്ടീസ് ബജിക്കടയല്ലേ ഒരു ഹോട്ടലായി, ഒരു റെസ്റ്റോറന്റ് ആയി, വലിയൊരു പ്രസ്ഥാനമായി സന്തോഷം. ആത്മാർത്ഥപൂർവ്വം ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നന്ദി.